സംഗീതയാത്ര എങ്ങനെയാണ് തുടങ്ങിയിട്ടുള്ളത്? മിസ്സിന്റെ പല ഓർമ്മകൾ ഞങ്ങളായി പങ്കുവയ്ക്കാം. പിന്നെ എൻ്റെ മോളെ അത് പറയാൻ തന്നെ കുറേ ഉണ്ട്. എന്താ വെച്ചാല് എനിക്കിഷ്ടമായിരുന്നു മ്യൂസിക്. അങ്ങനെ ഞാൻ മ്യൂസിക് കോളേജിൽ പോയി. മ്യൂസിക് കോളേജിൽ നിന്ന് 4 വർഷം പിന്നെ ഫസ്റ്റ് ക്ലാസ്സോടുകൂടി പാസ്സായി. പിന്നെ ഞാനൊരു 19 കൊല്ലത്തോളം ഞാൻ റേഡിയോ സ്റ്റാർ ആയിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ മോളുടെ ഒരു വിഷമം വന്നപ്പോഴാണ് പിന്നെ ഞാനായിട്ട് അവിടേക്ക് പറഞ്ഞതാണ് എനിക്ക് പാടാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട്. അങ്ങനെയായിരുന്നു. അല്ലെങ്കിൽ ഇന്നൊരു അന്നത്തെ ഇതുപോലെയാണെന്ന് വെച്ചാൽ ഇതിലോ TV-യിലൊക്കെ പാടാനൊക്കെ പറ്റിയത് കുട്ടികളുടെ പ്രോഗ്രാം അല്ല, അത് വലിയ ആളുകൾ പാടിയിട്ടുണ്ട്. അങ്ങനെ കിട്ടിയിരുന്നേ. അതൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും ഉള്ളത് കൊണ്ട് വളരെ സന്തോഷമുണ്ട്. പിന്നെയെന്ന് പറഞ്ഞാൽ BMS സ്കൂളിൽ ഞാൻ 34 കൊല്ലം ഞാൻ പണിയെടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു ഇതിൽ പണിയെടുത്തതിലാണ് നിങ്ങളെ പ്രിയപ്പെട്ട പക്ഷേ സുമാമിസിനെ പറ്റിയിട്ട് ടീച്ചർക്ക് നല്ല അഭിപ്രായമാണ് മക്കളെ. എന്താ വെച്ചാല് നല്ല കുട്ടിയായിരുന്നു. പിന്നെ അത് മാത്രല്ല എപ്പോഴും എന്തിനു വിളിച്ചാലും അവള് റെഡി ആയിരുന്നു. അതാണ് ഏറ്റവും നല്ല പോയിന്റ്. പിന്നെ നമ്മള് പിന്നെ എന്താ പറയുക ടാഗോറിലും പിന്നെ ടൗൺ ഹാളിലൊക്കെ പെട്ടെന്ന് ഞങ്ങളെടുത്ത് പറയുക പ്രയറിന് വേണ്ടിയിട്ട് DD വിളിച്ച് പറയും. ഒരു പ്രോഗ്രാം ഉണ്ടാവും. അപ്പോഴുണ്ടാവേ നമുക്ക് ഒരു ടീച്ചേഴ്സ് ആകുമ്പോൾ നമുക്കൊരു വിഷമം ഉണ്ടാവില്ല, കുട്ടികളെ വേഗം കിട്ടാൻ. അപ്പൊ ഈ സുമ, അതുപോലെ ഒരു പ്രജുല, അങ്ങനെ പിന്നെ അഷിത, അങ്ങനെയൊക്കെ കുറേ കുട്ടികളുണ്ട് ടീച്ചറെ ഇതില്. അപ്പൊ അവരെയൊക്കെ വിളിച്ചാൽ വേഗം വരും, എല്ലാം ചെയ്യും. പിന്നെന്ന് പറഞ്ഞാൽ എത്രയോ കുട്ടികൾ പോണെ നല്ല നെല്ലിലെത്തിയ കുട്ടികളുണ്ട്, നല്ല നല്ല നെല്ലിലെത്തിയ. പ്രജുലിനെ നിങ്ങൾ കാണുന്നുണ്ടാവും. എന്താ ന്യൂസ് റീഡറാണ് പ്രജുല, അസലായിട്ട് പാടുമായിരുന്നു. പിന്നെ സ്നേഹജ, അവരൊക്കെ നല്ല കുട്ടികളാണ്. ശാലിനി പറഞ്ഞൊരു കുട്ടിയുണ്ട്, എൻ്റെ ഇഷ്ടപ്പെട്ട കുട്ടികൾ അവരൊക്കെ. അതിൽ ആ ഇഷ്ടപ്പെട്ട കുട്ടികളാണ്